എല്ലാവർക്കും ധർമ്മയുടെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഈ വില്ലുപാട്ടിലോട്ട് സ്വാഗതം സ്വാഗതം സ്വാഗതം. കലിയുഗമായ ഈ കാലഘട്ടത്തിൽ നമ്മെ ധാരാളം പ്രശ്നങ്ങളും തെറ്റുകളും അലപ്പുറങ്ങളും ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടുന്ന ഒരു ഔഷധം. അതൊന്നുമല്ല, അങ്ങനെ ഒരു ഔഷധമുണ്ട്. ഭഗവാൻ കഥകളും നാമങ്ങളുമാണ് ആ ഔഷധം. ഇന്ന് ധർമ്മയുടെ കലാകാരന്മാർ ഭക്തിപൂർവ്വം അണിയിച്ചൊരുക്കുന്ന വെല്ലുപാട്ട് കഥ നമ പാർവതീപദേ ഹര ഹര മഹാദേവ. ശിവായ പരമേശ്വരായ ശശിശേഖരായ നമോ ഭവായ ഗുണസംഭവായ ശിവതാണ്ഡവായ നമോ. ശിവായ പരമേശ്വരായ ശശിശേഖരായ നമോ ഭവായ ഗുണസംഭവായ ശിവതാണ്ഡവായ നമോ. എത്ര മനോഹരമാണത്. അതാ അവിടെ ആരാണ് ഇന്ന് തപസ് ചെയ്യുന്നത്? നമ്മുടെ മഹാദേവൻ പരമശിവൻ. അദ്ദേഹം കഠിന തപസ്സിലാണ്. വർഷങ്ങളായി അദ്ദേഹം തപസ്സിൽ ഏർപ്പെട്ടിട്ട്. കഠിന തപസ്? എന്തുകൊണ്ടാണ് പരമശിവൻ കഠിന തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നത്? മഹാദേവന്റെ ആദ്യ ഭാര്യയായ സതിയുടെ മരണത്തിന് ശേഷം മഹാദേവൻ വളരെ ദുഃഖിതനായി. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് തന്നെ പിന്മാറുകയും കഠിന തപസ്സിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യം മുതലെടുത്ത് ഭഗവാന്റെ അഭാവത്തിൽ അസുര രാജാവായ താരകാസുരൻ ബ്രഹ്മദേവനിൽ നിന്ന് ഒരു വരം നേടിയെടുത്തു. എന്താണെന്നറിയാമോ? പരമശിവന്റെ മകനാൽ മാത്രമേ ഞാൻ മരണപ്പെടാവൂ എന്ന വരം അദ്ദേഹം സ്വന്തമാക്കി. ശിവനാണെങ്കിൽ കഠിന തപസ്സിലാണ്. അതെ, താരകാസുരന് അറിയാം പരമശിവനി ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്നും അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാകാൻ പോകുന്നില്ലെന്നും. പിന്നെ ആരാണ് താരകാസുരനെ കൊല്ലുന്നത്? ഞാനാണ് താരകാസുരൻ. എന്നെ കൊല്ലാൻ ഇനി ആർക്കും പറ്റില്ല. ഞാൻ ഈ ലോകത്തെ കീഴടക്കും. താരകാസുരന്റെ ശല്യം സഹിക്കാനാവാതെ എല്ലാ ദേവന്മാരും ബ്രഹ്മദേവന്റെ അടുത്തെത്തി ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചു. ശിവായ നമഃ. ബ്രഹ്മദേവായ നമഃ. ബ്രഹ്മദേവായ നമഃ. എന്തു പറ്റി ദേവഗണങ്ങളെ? നാം എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഞങ്ങളെ താരകാസുരനിൽ നിന്ന് രക്ഷിക്കണം. ഭഗവാനെ. അവന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. വിഷമിക്കേണ്ട,
ഞാൻ ഇതിനൊരു വഴി ഉടനെ തന്നെ കാണാം. ഓഹോ. ബ്രഹ്മാവ് ദേവന്മാരെ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു. അതിനുശേഷം ബ്രഹ്മാവ് എങ്ങനെയും താരദാസിനെ ഇല്ലാതാക്കണമെന്ന് തീരുമാനമെടുത്തു. ഓഹോ. പക്ഷേ ശിവന്റെ പുത്രനാൽ മാത്രമേ താരകാസുരനെ വധിക്കാൻ പറ്റൂ എന്നുള്ളൊരു വരമുണ്ട്. ഒരിക്കൽ കൊടുത്ത വരം തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെ കൊല്ലും? ഇതേ സമയം ഹിമാലയത്തിലെ രാജാവായ ഹിമവാനും അദ്ദേഹത്തിന്റെ ഭാര്യയായ മേനകയ്ക്കും സതിയുടെ പുനർജന്മമായ ഒരു മകൾ ജനിച്ചു. പാർവതി. പർവ്വതരാജാവിന്റെ മകളായതുകൊണ്ട് അവളെ പാർവതി എന്ന് വിളിച്ചു. हे पार्वती माता अम्मा हे पार्वती माता हे पार्वती माता अम्मा हे पार्वती माता शक्ति स्वरूपिणी अम्बे सर्वे रूपमंडे ईश्वरी जगदम्बे ओम जय पार्वती माता പാർവതി ആകട്ടെ ശിവനെ മാത്രമേ വിവാഹം കഴിക്കൂവെന്ന ആഗ്രഹത്തിലുമാണ്. എന്നാൽ ശിവനെ പ്രീതിപ്പെടുത്താൻ തപസ്സിന് മാത്രമേ കഴിയൂവെന്ന് നാരദ മുനി പാർവതി ദേവിയെ ഓർമ്മപ്പെടുത്തി. നാരദ മുനിയുടെ ഉപദേശപ്രകാരം പാർവതി ദേവി കഠിന തപസ് ആരംഭിച്ചു. പക്ഷേ ശിവൻ ഇതൊന്നും അറിയാതെ ഹിമാലയത്തിൽ കഠിന തപസ്സിലുമാണ്. അതെ. ശിവപുത്രന്റെ ജനനം വേഗത്തിലാക്കാൻ ദേവന്മാർ ആഗ്രഹിച്ചു. ഉടനെ തന്നെ ശിവന്റെ ധ്യാനം തടസ്സപ്പെടുത്താൻ വേണ്ടി ദേവന്മാർ മന്മഥനെ അങ്ങോട്ടേക്ക് അയച്ചു. മന്മഥനെയോ? അതെ, സ്നേഹത്തിന്റെ ദേവൻ. ദേവന്മാരുടെ ആവശ്യപ്രകാരം മന്മഥൻ ശിവൻ തപസ് അനുഷ്ഠിച്ചിരുന്നിടത്തെത്തി. എന്നിട്ട് ശിവന് നേരെ പ്രേമത്തിന്റെ ഒരു അമ്പങ്ങ് അയച്ചു. മന്മഥന്റെ അമ്പ് കൊണ്ട് ശിവന്റെ തപസ് തടസ്സപ്പെട്ടു. അദ്ദേഹം കോപം കൊണ്ട് ജ്വലിച്ചു. അദ്ദേഹത്തിന്റെ കോപത്തിനാൽ മന്മഥൻ വെന്തുവെള്ളിയായി. भविष्यन्तं महाकालं नमाम्यहं भूतभव्यं भविष्यन्तं महाकालं नमाम्यहं जटकोटिहवन हर हर शम्भुं जटकोटिहवन हर हर शम्भुं जटकोटिहवन हर हर शम्भुं जटकोटिहवन हर हर शम्भुं ദേവന്മാർ ഉടനെ തന്നെ ശിവന്റെ അടുത്തേക്ക് എത്തുകയും കാലകാസുരന്റെ ശല്യം അവസാനിപ്പിക്കാൻ വേണ്ടി ശിവനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് ശിവൻ പാർവതിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതിനു മുന്നേ പാർവതിയുടെ ഭക്തി ഒന്ന് പരീക്ഷിക്കണം. അതെയോ? അതുകൊണ്ട് ഋഷിമാരെ പാർവതിയുടെ അടുത്തേക്ക് അയച്ചു. ഋഷിമാർ പാർവതിയോട് ഇങ്ങനെ പറഞ്ഞു: മകളെ, നീ ഒരിക്കലും ശിവനെ വിവാഹം കഴിക്കരുത്. അദ്ദേഹം ദുഷ്ടനാണ്. അവന് മൂക്കത്താണ് ശുണ്ഠി. ഋഷിമാർ ശിവനെ പരിഹസിച്ച് അവളെ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ പാർവതി ഇതൊന്നും ചെവിക്കൊണ്ടില്ല. പാർവതിയുടെ ശിവനോടുള്ള സ്നേഹം ഒരുപാട് ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ പാർവതി ദേവി തപസ് ആരംഭിച്ചു. അപ്പോൾ ശിവൻ സ്വയം ഒരു വൃദ്ധസന്യാസിയുടെ വേഷം ധരിച്ച് ശിവനോടുള്ള പാർവതിയോടുള്ള സ്നേഹം അവസാനിപ്പിക്കാൻ വേണ്ടി പാർവതിയെ തന്നുവച്ച് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് കേട്ട് പാർവതി ഒരുപാട് കോപിഷ്ഠയായി. കോപിഷ്ഠയായി അവിടുന്ന് പോകാൻ ഒരുങ്ങിയപ്പോൾ മഹാദേവൻ തന്റെ ഒറിജിനൽ രൂപം അദ്ദേഹത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി. ഞാൻ നിന്നിൽ നിന്ന് ഒരുപാട് സന്തുഷ്ടനാണ്, നിന്റെ സ്നേഹം കൊണ്ട് ഒരുപാട് സന്തുഷ്ടനാണ്, നിന്നെ ഞാൻ വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം നൽകി അവിടെ നിന്ന് അദ്ദേഹം പുറപ്പെട്ടു. അവരുടെ വിവാഹം ഉടനെ തന്നെ നടക്കുകയും
അവർക്ക് കാർത്തികേയൻ എന്നൊരു കുട്ടി ജനിക്കുകയും ചെയ്തു. തുടർന്ന് കാർത്തികേയൻ താരകാസുരനെ വധിക്കുകയും ചെയ്തു. ഇതോടെ ദേവന്മാർ ആഹ്ലാദത്തോടെ മുരുകനെ സ്തുതിച്ചു. ശിവപാർവതിമാർക്ക് ഗണപതി എന്നു പേരുള്ള മറ്റൊരു മകനും കൂടിയുണ്ട്. അങ്ങനെ ഇരിക്കെ ദുർവാസാ മഹർഷി ഒരിക്കൽ ദേവലോകത്തിലെത്തുകയും അവിടെ വെച്ച് അവിടുത്തെ വിദ്യാധര സ്ത്രീകൾ ഒരു പാരിജാത മാലയും സമ്മാനിച്ചു. ഈ ദുർവാസാ മഹർഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, വളരെ കോപിഷ്ഠനാണ് അദ്ദേഹം. അതെ, സന്യാസിയായ തനിക്ക് ആ ദിവ്യഹാരം ആവശ്യമില്ലാത്തതിനാൽ അദ്ദേഹം ആ മാല ഐരാവതത്തിന്റെ പുറത്തേരി വരുന്ന ഒരു ദേവേന്ദ്രന് സമ്മാനിച്ചു. ഐരാവതമോ? അതെ, ദേവേന്ദ്രന്റെ വാഹനമായ ആനയാണ് ഐരാവതം. ദേവേന്ദ്രന് പുഷ്പമാല കിട്ടിയ സന്തോഷത്തിൽ ആ മാല ഐരാവതത്തിന്റെ മുകളിൽ വെച്ച് തലയിൽ വയ്ക്കാൻ വേണ്ടി മുടിയൊക്കെ ഇങ്ങനെ കൂതി ഒരുക്കിയ നേരം ഈ മാലയുടെ വാസനയാണ് കേട്ടിട്ട് ധാരാളം വണ്ടുകൾ അവിടെ പറന്നെത്തി. ആ വണ്ടുകൾ ഐരാവതത്തിന് ചുറ്റും ഇങ്ങനെ മാറി പറക്കാൻ തുടങ്ങി. വണ്ടുകളുടെ ശല്യം അസഹനീയമായപ്പോൾ ഐരാവതം ആ പൂമാല എടുത്ത് തറയിലിട്ട് ചവിട്ടിയരച്ചു. ഇത് കണ്ട് കോപിഷ്ഠനായ ദുർവാസാവ് ദേവേന്ദ്രൻ ഉൾപ്പെടെ എല്ലാ ദേവന്മാരെയും ശപിച്ചു. ശരാനര ബാധിക്കട്ടെ. പെട്ടെന്ന് വയസ്സാവുക. ദേവന്മാർ ഉടനെ തന്നെ മഹർഷിയോട് ക്ഷമ ചോദിക്കുകയും ശാപമോക്ഷം കിട്ടാനായി കേളുകയും ചെയ്തു. പാലാഴി കടഞ്ഞ് അമൃതം കഴിച്ചാൽ ശാപമോക്ഷം കിട്ടുമെന്ന് ഉപദേശിച്ചു. അങ്ങനെ ദുർവാസാവിന്റെ ആവശ്യപ്രകാരം ദേവന്മാർ അമൃത് കടയാൻ തീരുമാനിച്ചു. ആ ത്രിമൂർത്തികളുടെ അനുഗ്രഹാശംസകളോടെ ദേവന്മാർ അസുരന്മാരെയും കൂട്ടി അമൃത് കടയാൻ പുറപ്പെട്ടു. ദേവന്മാർക്ക് തനിച്ച് കഴിയാത്തതുകൊണ്ടായിരിക്കുമല്ലോ അസുരന്മാരെ കൂട്ടുവിളിച്ചത്. ആയിരിക്കാം. ഈ അമൃത് കടയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമില്ല. അമൃത് കടയാൻ വേണ്ടി കടകോലായി മന്ദരപർവ്വതത്തെയും കയറായി വാസുകി എന്ന നാഗശ്രേഷ്ഠനെയും നിശ്ചയിച്ചു. വാസുകിയുടെ തലഭാഗം അസുരന്മാർക്കും വാൽഭാഗം ദേവന്മാർക്കും. എന്നിട്ട് വാസുകിയെ ആ മന്ദരപർവ്വതത്തിന് ചുറ്റി ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി മതനം തുടങ്ങി. ദേവന്മാർ ഒരു ഭാഗത്തോട്ട് വലിക്കുകയും അസുരന്മാർ വേറെ ഭാഗത്തോട്ട് വലിക്കുകയും അങ്ങനെ പാലാഴി മതനം നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ദരപർവ്വം ആടി ഒലിഞ്ഞു, സമുദ്രം തിളച്ചു മറിഞ്ഞു. പെട്ടെന്ന് വലിയുടെ ശക്തിയിൽ മന്ദരപർവ്വതം ആ സമുദ്രത്തിനോട് താഴോട്ട് പോകാൻ തുടങ്ങി. ദേവന്മാർ ദുഃഖിതരായി അവർ വിഷ്ണുവിന്റെ സഹായം വീണ്ടും അഭ്യർത്ഥിച്ചു. വിഷ്ണു അപ്പോൾ തന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരമായി സമുദ്രത്തിന് താഴെ ചെന്ന് ആ മന്ദരപർവ്വതത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. അതെ, വിഷ്ണുവിന് 10 അവതാരങ്ങളില്ലേ, അതിന്റെ രണ്ടാമത്തെ അവതാരമാണ് ഈ കൂർമാവതാരം. ആമയുടെ രൂപമാണ് കൂർമാവതാരത്തിനുള്ളത്. അങ്ങനെ വീണ്ടും പാലാഴി വനം തുടർന്നു. കുറച്ചു നേരത്തെ പാലാഴി കടത്തിൽ വാസുകി എന്ന സർപ്പത്തിന് അസ്വാരസ്യം വരികയും കാളകൂടം വിഷം ശബ്ദിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ കാളകൂട വിഷം പുറത്തു പോയാൽ മാരകമായ വിഷം ലോകത്തെ തന്നെ നശിപ്പിക്കും. ഇത് തടയാൻ, ഈ മാരകമായ വിഷം ലോകത്തെ രക്ഷിക്കാൻ മഹാദേവൻ പാലം ചെയ്തു. വിഷം ഉള്ളിലേക്ക് പോകാതിരിക്കാൻ പാർവതി ദേവി കഴുത്തും വിഷം പുറത്തേക്ക് പോകാതിരിക്കാൻ മഹാവിഷ്ണു വായും അടച്ചു പിടിച്ചു. മറ്റു ദേവന്മാർ മഹാദേവന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ വിഷം മഹാദേവന്റെ തൊണ്ടയിൽ ഇരുന്ന് അത് നീല നിറമായി മാറി. ഓഹോ, അതുകൊണ്ടാണ് പരമശിവന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത്. അതെ.
ശിവ ശങ്കര ശംഭോ നീലകണ്ഠ ശങ്കര ശിവ ശംഭോ മഹാദേവാ നീലകണ്ഠ ശങ്കര ശിവ ശംഭോ മഹാദേവാ ശങ്കര ശിവ ശങ്കര ശിവ ശങ്കര ശംഭോ ശങ്കര ശിവ ശങ്കര ശിവ ശങ്കര ശംഭോ. വീണ്ടും പാലാഴിമാനം തുറന്നപ്പോൾ ധാരാളം ദിവ്യവസ്തുക്കൾ പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നു. അവസാനം ധന്വന്തരി അമൃതകുംഭവുമായി പുറത്തു വന്നു. ദേവന്മാരും അസുരന്മാരും സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. ദേവന്മാരുടെ സന്തോഷത്തിനിടയ്ക്ക് അസുരന്മാർ ആ അമൃത് തട്ടിയെടുത്ത് പാതാളത്തിലോട്ട് കടന്നു കളഞ്ഞു. ദേവന്മാർ ദുഃഖിതരായി വീണ്ടും വിഷ്ണുവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അഭയം തേടി. വിഷ്ണു ഉടനെ തന്നെ തന്റെ വാഹനമായ ഗരുഡന്റെ മുകളിൽ കയറി പാതാളത്തിലോട്ട് പുറപ്പെട്ടു. പാതാളത്തിൽ ചെന്ന് ഒരു മോഹിനിയുടെ രൂപത്തിൽ തന്ത്രപരമായി അസുരന്മാരുടെ അടുത്ത് അമൃത് തട്ടിയെടുത്ത് തന്റെ വാഹനമായ ഗരുഡന്റെ മുകളിൽ കയറി വീണ്ടും ദേവലോകത്തെത്തുകയും ആ അമൃത് ദേവന്മാർക്ക് ദേവേന്ദ്രൻ ഉൾപ്പെടെ എല്ലാവർക്കും പകർന്നു നൽകുകയും അവർക്ക് എല്ലാവർക്കും ശാപമോഷം ലഭിക്കുകയും ചെയ്തു. ദേവന്മാർ സന്തോഷത്തോടെ നൃത്തം ചെയ്തു, വിഷ്ണുവിനെ സ്തുതിച്ചു. നാരായണ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ ഗോപാല ഹരേ. ഈ ദിവസമാണ് നമ്മൾ ശിവരാത്രിയായി ആചരിക്കുന്നത്. ഭഗവാൻ ആപത്തൊന്നും വരാതിരിക്കാൻ പാർവതി ദേവിയും മറ്റ് ദേവിദേവന്മാരും ഉറക്കമുളച്ചിരുന്ന് പ്രാർത്ഥിച്ച രാത്രിയാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. ശിവരാത്രി വ്രതം എടുക്കുന്നത് കൊണ്ടും ശിവാരാധന നടത്തുന്നത് കൊണ്ടും എല്ലാവിധ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുമെന്നും ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. നമഃ ശിവായ ഓം ഹ്രീം നമഃ ശിവായ ഓം ഹ്രീം നമഃ ശിവായ. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കുംഭമേളം നടക്കുകയാണ്. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. ദേവന്മാരുടെ ശക്തി വീണ്ടെടുക്കാനായി നടത്തിയ പാലാഴി മർദ്ദനവുമായി കുംഭമേളയ്ക്ക് ബന്ധമുണ്ട്. അറിയാമോ? ഗരുഡൻ വഹിച്ചിരുന്ന അമൃതകുംഭത്തിൽ നിന്നും പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിൽ ദേവന്മാർക്ക് നിത്യയൗവനം നൽകാനുള്ള അമൃത തുളുമ്പി വീണു എന്നാണ് വിശ്വാസം. 6 വർഷങ്ങൾ കൂടുമ്പോൾ ഒരിക്കൽ അർദ്ധകുംഭും 12 വർഷങ്ങൾ കൂടുമ്പോൾ ഒരിക്കൽ കുംഭമേളയും 12 കുംഭമേള കൂടുമ്പോൾ, അതായത് 144 വർഷം കൂടുമ്പോഴാണ് ഒരിക്കൽ മഹാകുംഭ് നടക്കുന്നത്. ഈ സമയത്ത് ഈ സ്ഥലങ്ങളിലെ പുണ്യനദികളിൽ പോയി സ്നാനം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി നമുക്ക് മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം. ഓം നമഃ ശിവായ നമഃ ശിവായ ഹര ഹര ഭോലെ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ ഹര ഹര ഭോലെ നമഃ ശിവായ. ജടാധരായ ശിവ ജടാധരായ ഹര ഹര ഭോലെ നമഃ ശിവായ. ഹര ഹര ഭോലെ നമഃ ശിവായ. ജടാധരായ ശിവ ജടാധരായ ഹര ഹര ഭോലെ നമഃ ശിവായ. ശിവ ജടാധരായ ഹര ഹര ഭോലെ നമഃ ശിവായ. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഹര ഹര ഭോലെ
ഇത്രയും നേരം ഇത് ആസ്വദിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം. അതോടൊപ്പം ഇന്നിവിടെ ഞങ്ങൾക്ക് അവസരം തന്ന ഗുരുവായൂരപ്പൻ അമ്പലത്തിലെ എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അസോസിയേഷൻ ഞങ്ങൾ പല വേദികളിലായിട്ട് ഇങ്ങനെ നമ്മുടെ ആചാരവുമായി ബന്ധപ്പെട്ട പരിപാടികൾ അവതരിപ്പിച്ചു വരികയാണ്. എൻ്റെ പേര് ഹരി. ഷോജിൽ, സോഫിയ, നിതിൻ, സുബ്രഹ്മണ്യം. എൻ്റെ പേര് ഗണേഷ്. പ്രാണനാദം വിഭും വിശ്വനാദം ജഗന്നാഥനാദം സദാനന്ദനാദം. പ്രഭും പ്രാണനാദം വിഭും വിശ്വനാദം ജഗന്നാഥനാദം സദാനന്ദനാദം. ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാദം ശിവം ശങ്കരം ശംഭു ഈശാനം. ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാദം ശിവം ശങ്കരം ശംഭു ഈശാനം.